തൃണമൂൽ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നത്. SIR-ൽ ബംഗാളിൽ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിലാണ് കൂടിക്കാഴ്ച. സുനിൽ സ്ഥലത്തുണ്ട്. ഇപ്പോൾ അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നത്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, SIR-ന്റെ പേരിൽ പശ്ചിമബംഗാളിൽ വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് നടക്കാൻ പോകുന്നത് എന്ന ആരോപണമാണ് തൃണമൂൽ കോൺഗ്രസ് ഉയർത്തുന്നത്. SIR-ന്റെ ഈ കരട് പട്ടികയിൽ 58 ലക്ഷം പേരുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയത്. ഇതിൽ 54 ലക്ഷം പേരുകൾ ഒഴിവാക്കിയത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രകാരം വഴിയാണ് എന്നൊക്കെയാണ് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. അതോടൊപ്പം തന്നെ പശ്ചിമബംഗാളിൽ ഈ SIR-നിടയിൽ നിരവധി പേർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ ഈ SIR-ന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ MP-മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നമ്മുടെ ക്യാമറമാൻ അത് കാണിക്കും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഏതായാലും അല്പസമയത്തിനകം അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ നേതാക്കൾ ഇവിടെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പശ്ചിമബംഗാളിൽ SIR-നെ ചൊല്ലി വലിയ രാഷ്ട്രീയ പോരാണ് തുടരുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ അട്ടിമറിയാണ് SIR-ലൂടെ നടക്കുന്നത് എന്ന രാഷ്ട്രീയ ആരോപണമാണ് മമതാ ബാനർജി ഉയർത്തുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണം എന്നൊക്കെ മമതാ ബാനർജി ആവശ്യപ്പെട്ട സാഹചര്യമുണ്ട്. ഏതായാലും ഈ നിലയിൽ SIR-മായി മുന്നോട്ടു പോകാനാകില്ല എന്ന നിലപാടിലാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിൽ കണ്ട് നിലപാട് അറിയിക്കുക, അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഭിഷേക് ബാനർജിയും തൃണമൂൽ MP-മാരും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു പരാതി കൊൽക്കത്ത പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ SIR-നിടയിൽ മരണപ്പെട്ട രണ്ടുപേരുടെ കുടുംബാംഗങ്ങളാണ് കൊൽക്കത്ത പോലീസിന് പരാതി നൽകിയത്. ആ പരാതിയിൽ കൊൽക്കത്ത പോലീസ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്ത സാഹചര്യവും പശ്ചിമബംഗാളിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും വലിയ രാഷ്ട്രീയ നാടകങ്ങളും ഒക്കെയാണ് SIR-മായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിൽ തുടരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് തൃണമൂൽ നേതാക്കൾ എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ശരി, സുനിലാണ് വിവരങ്ങൾ നൽകിയത്.